Hello everyone. Hi everyone. Start ചെയ്യാമോടാ? ചെയ്യാം. Okay. ഒരാൾ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റാർട്ട് ചെയ്തേടാ. Okay. പിന്നെ ചവിട്ടി വീണു. ചെയ്യലങ്ങനെ. നമ്മള് ലൊക്കേറ്റേഴ്സ് നോക്കി, ടേബിൾസ് നോക്കി, അലേർട്സ് വരെ നോക്കി. ഓക്കെ, ആക്ഷൻസ് നോക്കി, അലേർട്സ് നോക്കി. നമ്മള് കീബോർഡ് ആക്ഷൻസ് നോക്കിയായിരുന്നോടാ? കീബോർഡ് ആക്ഷൻസ് പറഞ്ഞതല്ലേ? നമുക്ക് അവിടെ വരെ ഇഷ്യൂസ് ഇല്ലല്ലോ, കംപ്ലീറ്റ് അല്ലേടാ? എനിക്കത് വർക്കായില്ലായിരുന്നു. കീബോർഡ് ആക്ഷൻസ് ഷെയർ ചെയ്തേടാ. അനക്ക് ഷെയർ ചെയ്യടാ. വായിച്ചാ കോഡ് എടുത്ത് വെരിഫൈ കീബോർഡ് ആക്ഷൻസ് വിളിച്ചായിരുന്നോ താഴെ? ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത്. ഒരു ഒബ്സ്ക്യൂറേറ്റർ സ്ട്രിംഗ് വന്നു, മാക്സിമൈസ് ആയി. ഇവിടെ മുമ്പ് കണ്ടിട്ടില്ല ഒരു റോക്കറ്റ് പോലൊരു സാധനം വരുന്നേ. അറിഞ്ഞൂടാ. അല്ല, ഞാൻ ഇതൊരാളുടെ സ്ക്രീൻ റോക്കറ്റ് പോലത്തെ ഐക്കൺസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എന്നോടാ ചോദിച്ചേ. എനിക്ക് അറിഞ്ഞൂടാ. ഇത് മാക് ആയോണ്ടാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന് നമ്മള് കൺട്രോൾ എന്ന് പറഞ്ഞ അങ്ങനെ തന്നെയാ കൊടുക്കുക, CTRL തന്നെയാ കൊടുക്കുക. എന്താ വരാത്തെ? അത് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഒരു ടൈം ഡോട്ട് സ്ലിപ്പ് കൂടെ കൊടുത്തേടാ, 5 സെക്കൻഡ്സിന്റെ. ഇപ്പൊ ലോഡിംഗ് ടൈം മുകളില് 5.0 ഹോട്ട് കീന് തൊട്ട് മുന്നേ ടൈം ഡോട്ട് സ്ലിപ്പ് ഒരു വട്ടം കൂടെ കൊടുത്തേ. ബാക്കിയുള്ളവർക്ക് വർക്കായില്ലായിരുന്നോ? അനീന, അഖിലേന്ദു ആൻഡ് കൃഷ്ണകുമാർ വർക്കായില്ലായിരുന്നോടാ? എനിക്ക് ആരുടെയോ കോഡ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വർക്കായി, അല്ലാതെ എന്റെ വർക്കായില്ലായിരുന്നു. അലീനയുടെ കോഡാണ് എടുത്തേ.
ഷെയർ ചെയ്യട്ടെ. ശരിയടാ. കാണാം യെസ്. അലീനയുടെ കോഡാണോ കൊടുത്തിട്ടുണ്ടായിരുന്നേടാ? ആ കോഡൊന്നും കൊടുത്ത് വേറെ ഡിഫറൻസ് ഒന്നും ഞാൻ കാണില്ല. ഞാൻ തന്ന സെയിം കോഡല്ലേ. വേറെ ഡിഫറൻസ് ഒന്നും ഞാൻ പ്രത്യേകിച്ച് കാണുന്നില്ലേ എന്റെ അകത്ത്. ഒന്ന് കൊടുത്തേടാ. ആ സെയിം കോഡൊന്നും കൊടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ കൊടുത്തേ. ഈ കീബോർഡ് ആക്ഷന്റെ അല്ലേ? ആ കീബോർഡ് ആക്ഷന്റെ. എനിക്കൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തടാ. ഓൾറെഡി ഷെയർ ചെയ്യുന്നുണ്ട്. ആരോ കാര്യമായിട്ട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ടല്ലോ. ആരുടെ കുഞ്ഞാപ്പിയാ? എന്തോ കേട്ടില്ല. ആരൊരാൾ കാര്യമായിട്ട് ഓക്കെ താങ്ക് യു ഒക്കെ പറയുന്നുണ്ടല്ലോ. ചേച്ചിയുടെ മോനാ. ആ ഓക്കെ. അല്ല നല്ല രസമായിട്ട് ആള് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. അവല്ല കോളിൽ വന്ന് പറയുന്നത്. ആ നമ്മളെ പൊതുവെ ടെക്കീസിന്റെ എന്റെ മോള് പറയായിരുന്നു ആദ്യം താങ്ക് യു പറയും. പൈച്ചാമിന്റെ ഒന്നും പ്ലേ ചെയ്തടാ അനഘ. ഈ സാധനം എന്താന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. റോക്കറ്റ് കണക്ക് പോകുന്നുണ്ടെന്തോ അവിടെ. പഠിച്ചോനേക്ക് വയ്യ. ഒരാൾ എക്സിക്യൂട്ട് ചെയ്തടാ. എന്നിട്ട് ആ ഐക്കണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്ക് എന്താ വരുന്നെന്ന് നോക്കട്ടെ. ഞാൻ ക്ലിക്ക് ചെയ്തു പക്ഷെ അതൊന്നും ആവുന്നില്ല. പഠിച്ചോനെ. ഓക്കെ ബാക്കി ഞാൻ ഇങ്ങനെ ട്രൈ കണ്ടത് ആരുടെയും ലാബ് സിസ്റ്റത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോ ഒന്നും ആവുന്നില്ല. ഇങ്ങനെ മാത്രം കാണിക്കുന്നു. പൈത്തൺ ആണെന്ന് പറഞ്ഞു തരികയാണോ? ഇവിടെ വർക്ക് ആവുന്നില്ല അല്ലെ? ഇത് സെയിം കോഡ് കൊണ്ടുവന്നിട്ടിട്ട് അനക്ക് ഇല്ല. ഓണിലേക്ക് പോയിക്കടാ. ബേസിക്സിൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഡിഫറൻസ് ഇല്ല. താഴെ വന്ന് പൈയോട്ടോ GUI ഇമ്പോർട്ട് ചെയ്ത് എവിടെയാ നോക്കട്ടെ. ഓണിലേക്ക് പോയിക്കടാ. പൈയോട്ടോ GUI ഇമ്പോർട്ട് ചെയ്തതിൽ മിസ്റ്റേക്ക് ഇല്ല. അവിടെ ഒന്നും എറേഴ്സ് കാണിക്കുന്നില്ല. കുറച്ചുകൂടെ താഴേക്ക് വരട്ടെ. പൈയോട്ടോ GUIന്റെ അവിടെ നിന്ന് കൊണ്ട് കേഴ്സർ വെച്ച് ലൈൻ നമ്പർ 38 project files. Yes, it's not on project file. അതൊരു ഇഷ്യൂ വരാൻ പാടില്ല. .write .press എറേഴ്സ് ഒന്നും കാണാനില്ലടാ. ആക്ച്വലി നോർമലി വർക്കിംഗ് കോഡാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നതും അത് മാത്രമാണ്. കുറച്ചുകൂടെ താഴേക്ക് വന്ന് ചെക്ക് ചെയ്യട്ടെ.
നോക്കട്ടെടാ വേറെ എന്തെങ്കിലും. എടാ സ്റ്റാർ ARGS കോളം 1 ഒഴിവാക്കുവോ? ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അതില് ക്രോം ഓപ്പൺ ആയോ? ഫസ്റ്റ് ക്രോം ഓപ്പൺ ആയടാ, അതായത് ബേസിക് സെലീനിയത്തിന്റെ ഓപ്പൺ ആയി. അത് കഴിഞ്ഞ് വെരിഫൈ കീബോർഡ് ആക്ഷൻ വിളിക്കുന്നില്ലേ, അതായത് Ctrl+T കഴിഞ്ഞ് വിളിക്കുന്നില്ലേ, YOTGUI ഉണ്ട്, അവിടെ തൊട്ടാ വർക്ക് ചെയ്യാത്തത്. ഇത് മൊത്തത്തിൽ റിമൂവ് ചെയ്യാനാണോ? റിമൂവ് ചെയ്ത് ഒരു വട്ടം കൂടി മാനുവലി കൊടുത്തു നോക്കിക്കേ. വേറെ ഡിഫറൻസ് ഒന്നും വരാനില്ല. സ്റ്റിൽ സിംഗിൾ കോഴ്സിൽ CTRL കോമ സിംഗിൾ കോഴ്സിൽ T. ഒരു കാര്യം ചെയ്തേ, ബേസിക് സെലീനിയം .py ഇല്ലേ, എക്സിക്യൂട്ട് ആവട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. റോക്കറ്റ് അവിടെ നിക്കട്ടെ, അല്ല നമുക്കൊന്നും ചെയ്യാനില്ല അതിന്. ബേസിക് സെലീനിയം എടുക്ക്. അതില് time.sleep ഒന്ന് മാറ്റിയിട്ട് time.sleep of 2 എന്നുള്ളതിൽ ഒന്ന് കമന്റ് ചെയ്തിടും. ഒന്ന് അതല്ലടാ, രണ്ടാമത്തെ മാക്സിമൈസ് വിൻഡോ കഴിഞ്ഞിട്ടുള്ള time.sleep ഒന്ന് കമന്റ് ചെയ്തിട്ട് നോക്കോ. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. ഒരു കാര്യം ചെയ്തേടാ, ഞാൻ പറയുന്ന പോലെ ചെയ്യണേടാ. സിസ്റ്റം സെറ്റിംഗ്സ് എടുക്കാമോ ഒന്ന്? അതില് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലടാ. യെസ്, അതെ. അതില് ആക്സസ് കൊടുത്തിട്ടുള്ളതില് പൈച്ചാം, ടെർമിനൽ, അതുപോലെ പൈത്തൺ, ഈ മൂന്നും പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ നോക്കിക്കേടാ. ഒന്നുകൂടെ പറയാവോ? പൈച്ചാമിന്, അതുപോലെ ടെർമിനലിന്, അതുപോലെ പൈത്തണിന്. അതൊന്നും കാണിക്കുന്നു. ഒന്നും കാണിക്കുന്നില്ലല്ലോ പൈച്ചാമും ടെർമിനലും. ഒരു മിനിറ്റടാ, ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ. മാക്കിൽ എന്തോ ഒരു അഡീഷണൽ സെറ്റിംഗ് വേണമെന്ന് തോന്നുന്നു അതിന് വേണ്ടിയിട്ട്. ചിലരുടെ അത് ഓഫ് ആയിരിക്കും.
അതെ, ഇന്നലെ ഞാനിത് ആദ്യം ഒന്ന് റൺ ചെയ്തപ്പോ എനിക്ക് എന്തോ ഒരു പോപ്പപ്പ് വന്നായിരുന്നു. പക്ഷെ അന്നേരം ഞാനത് ക്ലോസ് ചെയ്ത് വിട്ടു എന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഇഷ്യൂ എന്ന് തോന്നിയാൽ നോക്കട്ടെ. ഓക്കെ. ഓക്കെ, ഞാൻ പറയുന്ന കമാൻഡ് ഒന്ന് ടൈപ്പ് ചെയ്തേടാ. പൈസാമിലാണോ? പറയാമേടാ, 1 സെക്കൻഡ്. അതല്ലാതെ നമുക്ക് ആ പോപ്പപ്പ് ഇട്ട നീ വഴി ഉണ്ടോന്ന് നോക്കി നോക്കട്ടെ. വ്യൂ പോയിക്കേടാ. വ്യൂ, ഈ വ്യൂ ആണോ? എവിടെടാ വ്യൂ എന്നല്ലേ വ്യൂ പറഞ്ഞത്? വ്യൂ വ്യൂ തന്നെ. വ്യൂവില് ടൂൾ വിൻഡോസില് ടെർമിനൽ എടുത്തേടാ. അവിടെ വന്നിട്ട് പൈത്തൺ സ്പേസ് ഹൈഫൺ വേർഷൻ എന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ, അവിടെ കാണിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്ത മാക് ഓഎസിന് ടെർമിനൽ എടുക്കാമോടാ? ഓക്കെ. ടൈപ്പ് ചെയ്ത TCC യൂട്ടിൽ, ടി ആണ്, TCC യൂട്ടിൽ, ഒരുമിച്ചാണോ? സിംഗിൾ വേർഡ് ആണ്, സ്പേസ് റീസെറ്റ് സ്പേസ് റീസെറ്റ് സ്പേസ് ഡെവലപ്പർ ടൂൾ. ഡെവലപ്പറിന്റെ ഡിയും ടിയും ക്യാപ്സ്. ടി ക്യാപ്സ് ആണ്. ഓക്കെ, എന്റർ അടിക്കടാ. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഡെവലപ്പർ, DEVELOPER, ഡെവലപ്പർ. OPER ആണെടാ. DVEL OPER. ഓക്കെ, ശരി. എന്റർ അടിക്കടാ. സക്സസ്ഫുള്ളി റീസെറ്റ്. ഇനി പൈച്ചാമ ക്ലോസ് ചെയ്തു ഒന്നുകൂടെ ഓപ്പൺ ചെയ്തേ. ഇത് ക്ലോസ് ചെയ്യട്ടെ? അതും ക്ലോസ് ചെയ്തു. മിനിമൈസ് ചെയ്താൽ മതിയോ? ഇപ്പൊ മിനിമൈസ് ചെയ്തിടൂ. അത് പൈച്ചാമ ക്ലോസ് ചെയ്ത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. നോർമലി ആ പെർമിഷൻ ഓൾറെഡി സെറ്റ് ആയിരിക്കും അതില്, ഡെവലപ്പർ ടൂൾ ആക്സസിന് എല്ലാം. അത് ക്ലോസ് ചെയ്തോടാ. ക്ലോസ് ചെയ്ത് രണ്ടാമത് ഓപ്പൺ ചെയ്തല്ലേ? അതെ. ഒരു വട്ടം ആക്ഷൻസ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ. ഒരു പോപ്പപ്പ് വരുമെന്ന് നോക്കാം നമുക്ക്. ആ പെർമിഷൻ ഇഷ്യൂ കൊണ്ടാണ് വരാത്തത്. ഓക്കെ, ഒരു കാര്യം ചെയ്തേ. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ എടുത്ത് നോക്കിയില്ലായിരുന്നോടാ? അതിലേക്ക് ഒന്ന് പോയിക്കേ. നമ്മള് മറ്റേ സിസ്റ്റം സെറ്റിംഗ്സിൽ പ്രൈവസി ആൻഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് എടുത്തില്ലായിരുന്നോ? അതില് ഡെവലപ്പർ ടൂൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയില്. ഡെവലപ്പർ ടൂൾസ് എടുത്ത് അതിൽ പ്ലസ് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഇതില് നമ്മളുടെ അതിൽ അപ്ലിക്കേഷൻസിൽ പോയിട്ട് പൈച്ചാമിന്റെ ആപ്പ് ഇല്ലടാ, അതിൻ്റെ അകത്ത് paycham.app ഉണ്ടാവും. അതിൻ്റെ അകത്ത് paycham.app ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ടോഗിൾ എനേബിൾഡ് ആണ്, ഫൈൻ. ഓക്കെ,
ഇനി പൈച്ചാം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തേടാ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേടാ. നോക്കാം, എറർ അടിക്കണ്ടേ നമുക്ക് നോക്കാടാ. കണ്ടിന്യൂ, അതെ ബാക്കി എക്സിക്യൂട്ട് ആവുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എൻ്റെ. എറർ വന്നു. മറ്റൊന്ന് റിമൂവ് ചെയ്തേടാ. ആ എന്തോ പ്രൈവസി സെറ്റിംഗ്സിൽ പോയിട്ട് റിമൂവ് ചെയ്തേക്ക് പൈച്ചാമിന്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ. എന്ത് റിമൂവ് ചെയ്യാനാ പറഞ്ഞേ? നമ്മുടെ പ്രൈവസി സെറ്റിംഗ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്തില്ലായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അതൊന്ന് ചേഞ്ച് ചെയ്തേടാ. ഡിസേബിൾ ചെയ്യാനോ? ഇനി റൺ ചെയ്യാനോ? ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. ഇപ്പൊ എറർ ഉണ്ടോ നോക്ക്. ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യടാ. അമ്മയ്ക്ക് വേണ്ട, അമ്മ ചാർജ് ചെയ്തേക്കുന്നു കേട്ടോ. അച്ഛൻ നേരെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും. അമ്മയ്ക്ക് കുത്തണ്ട കേട്ടാ. Might not be compatible. Okay. Chrome drive. അത് റിമൂവ് ചെയ്യാൻ പറ്റുമോ നോക്കിയടാ. അതിന്ന് മറ്റേ പ്രൈവസി ആൻഡ് സെറ്റിംഗ്സിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നോക്കിയടാ. ഇങ്ങനെ റിമൂവ് ചെയ്ത് ഡിസേബിൾഡ് ആണത്. ക്ലോസ് ചെയ്യൂ. എന്നിട്ട് നമ്മുടെ പൈച്ചാമ റീസ്റ്റാർട്ട് ചെയ്യണം. ഒരു ഡൗട്ട്, നമ്മള് സെലിനി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തില് ഡ്രൈവറും കൂടെ ഇതിൽ അപ്ഡേറ്റ് ആവൂ? ബൈ ഇറ്റ്സെൽഫ് അപ്ഡേറ്റ് ആവടാ. ഒരു കാര്യം ചെയ്തേടാ, കമാൻഡ് കൊടുത്തേ. അനഘ ഇവിടെ ഒന്ന് കമാൻഡ് കൊടുത്തേടാ ടെർമിനലിൽ വന്നിട്ട്.
pip install WebDriver -manager. സ്പേസ് ഹൈഫൺ. Yes. Space illada, without space. Understood. എന്നിട്ട് നമ്മുടെ ബേസിക് സെലീനിയത്തിൽ വന്നിട്ട് ഇത് എനക്കൊക്കെ മാത്രം ചെയ്യാനുള്ള ചേഞ്ച് ആണ്, ബാക്കിയുള്ളവർ ചെയ്യരുത്. ടൈപ്പ് ചെയ്തേടാ self.driver ഈക്വൽസ് webdriver.chromeന്റെ ബ്രാക്കറ്റ്സിൽ കൊടുക്കുക ക്രോം ഡ്രൈവർ മാനേജർ സി കാപ്സ് കൊടുത്തിട്ട് അപ്പൊ ക്രോം ഡ്രൈവർ മാനേജർ എന്നുള്ള സജഷനിൽ വരും. ക്രോം ഡ്രൈവർ മാനേജർ ഡിയും ക്യാപ്സ് കൊടുത്തേടാ. ഡ്രൈവർ മാനേജർ ക്രോം ഡ്രൈവർ മാനേജർ ടൈപ്പ് ചെയ്യടാ. എം ക്യാപ്സ് കൊടുക്കുക കേട്ടോ. മാനേജർ ഡോട്ട് ഇൻസ്റ്റാൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടുക. ഇൻസ്റ്റാൾ കഴിഞ്ഞ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇമ്പോർട്ട് ചെയ്യണ്ടേ? ഇമ്പോർട്ട് ചെയ്യടാ. ഇൻസ്റ്റാളിന് ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇട്ടേ. അതായത് ഇത് ഓക്കെ, ഇത് ഡോട്ട് പുറത്തായിരുന്നു അല്ലല്ല, കൊടുക്കേണ്ടത്. ഡോട്ട് ഇൻസ്റ്റാൾ കഴിഞ്ഞ് ഒരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടുക. ഓ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേനെ. ജസ്റ്റ് പിപ്പ് ഇൻസ്റ്റാൾ സെലീനിയം കൊടുത്തേടെ ഒരു വട്ടം കൂടെ. ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണത്. ഇപ്പൊ നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ അതില്ലല്ലോ, നിങ്ങളുടെ ആപ്പ് ഇല്ലല്ലോ. ഇല്ല, ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇല്ല. ഓക്കെ. ചെക്ക് ചെയ്യണേടാ, 1 സെക്കൻഡ്.
കാര്യം ചെയ്യോടാ, ഒന്ന് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കൂ അനഘ. ഇപ്പൊ ഞാൻ പറയുന്ന കോഡ് ടൈപ്പ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് എന്നോടൊന്ന് പറയോടാ. ഓക്കെ. നമ്മൾ ചെയ്ത ചേഞ്ചസ് റിഫ്ലക്ട് ആവാൻ ടൈം എടുക്കുന്നതാവാം. വീണ്ടും ക്യാഷ് ഡാറ്റ കിടന്ന് റൺ ആയിട്ടും ഇഷ്യൂ വരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നോട് പറയണേ. ഓക്കേടാ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കുറെ എന്താ പറയാ അലേർട്സ്, കുറെ വെബ് എലമെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോ ഇനി നമ്മൾ അതിൽ ഫ്രെയിംസ് അതുപോലെ ചില ടോപ്പിക്സിൽ എടുക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വിടാനുണ്ട്. നിങ്ങളോട് ഞാൻ മാനുവലി സ്ക്രോൾ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു അല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അതല്ലേ? സോ ഈ മാനുവലി സ്ക്രോളിംഗ് എന്ന് പറയുന്നത് ആസ് ഓട്ടോമേഷൻ ടെസ്റ്റേഴ്സ് അത് ആക്ച്വലി ഒരു എന്താ പറയാ നല്ല സൊല്യൂഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ? സോ ദാറ്റ് എവറിത്തിങ് ഈസ് ഓട്ടോമേറ്റഡ് ബൈ ദ സിസ്റ്റം. അതിന്റെ ഇടയിൽ നമ്മൾ തന്നെ ഇരുന്ന് സ്ക്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് അത് ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല അല്ലേ? ഒരു ഡൗട്ട്, ഒരു വെബ് പേജിൽ ചെന്നിട്ട് വെറുതെ എന്തിനാ സ്ക്രോൾ ചെയ്യുന്നത്? വെബ് പേജിൽ ചെന്ന്, അതായത് ഞാൻ പറഞ്ഞുതരാം. ഒരു വെബ് അപ്ലിക്കേഷൻ അത്യാവശ്യം വലിയൊരു വെബ് അപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കൂ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നമ്മളിപ്പോ മറ്റേ ഫ്രെയിംസിൽ നമ്മൾ മറ്റേ ഡെമോ ക്യൂ സൈറ്റ് എടുത്തപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നില്ലേ, കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യണം പേജ് ലോഡ് ചെയ്യുമ്പോൾ. നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നില്ലേ ഞാൻ? ഓർക്കുന്നുണ്ടോടാ? ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ചെയ്തിരുന്നോ? സ്ക്രോൾ ചെയ്ത് വിട്ടിരുന്നോ നമ്മള്? ചെയ്തിരുന്നു. യെസ്. സോ അങ്ങനെ നമ്മൾ സ്ക്രോളിങ് നമ്മൾ അവിടെ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, ആ ബട്ടൺ പ്രോപ്പർലി ക്ലിക്കായി എക്സിക്യൂട്ട് ആവണമെങ്കിൽ ചില വെബ് അപ്ലിക്കേഷൻസിൽ, എല്ലാമല്ല ഞാൻ പറയുന്നത്, ചില ഓൾഡ് വെബ് അപ്ലിക്കേഷൻസിലെല്ലാം ഒരു ഇഷ്യൂ കാണാറുണ്ട്. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അതാത് പോയിന്റിൽ കൊണ്ടുവന്ന് സ്ക്രോൾ ചെയ്ത പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയാൽ മാത്രമേ ആ എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സിനാരിയോസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സിനാരിയോസിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു സ്ക്രോളിംഗ് എന്ന് പറയുന്ന കാര്യത്തിന് ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പേജസിന് മാത്രം, എല്ലാത്തിനും കോമൺലി അപ്ലിക്കബിൾ അല്ല. കുറച്ചൊരു ഏജ് ഓൾഡ് ആയിട്ടുള്ള വെബ് അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവത്തില്ലേ? നിങ്ങൾക്ക് തന്നെ ഡെമോ ക്യൂ എന്നൊക്കെ പറയുന്നത് കുറേ കാലം, ഒരു നിയർലി 10 years ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വെബ് പേജ് ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള പേജസിലെല്ലാം നമ്മൾ ഇങ്ങനത്തെ ഇഷ്യൂസ് കാണാറുണ്ട്. അതിനെ ഓവർകം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് സ്ക്രോളിങ്ങിനെ ഓട്ടോമേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായടാ? കൃഷ്ണകുമാറിന് ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുമ്പോ ഇനി മാനുവലി സ്ക്രോൾ ചെയ്യുന്നതിന്റെ പകരം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കോഡ് വഴി തന്നെ നമുക്ക് സ്ക്രോളിങ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിന്റെ കോഡ് നമുക്ക് പൈത്തണിൽ എഴുതാൻ പറ്റത്തില്ല. പകരം ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ് അത്. ഒരു ബിൽറ്റ് ഇൻ കോഡാണ്. ആ ബിൽറ്റ് ഇൻ കോഡ് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, സോ ഓട്ടോ സ്ക്രോളിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മുടെ പൈത്തൺ ഫയലില് നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോടാ? അങ്ങനെ
ഒരു ലാംഗ്വേജിന്റെ അടുത്തോട്ട് വേറൊരു ലാംഗ്വേജ് ഇന്റഗ്രേറ്റ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, പൈത്തൺ സെലീനിയത്തിന്റെ കാര്യത്തിൽ പറ്റും. ഇന്റഗ്രേഷൻ വിത്ത് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ വെബ് ഡ്രൈവർ ഇല്ലേ, വെബ് ഡ്രൈവറിന് ജാവാസ്ക്രിപ്റ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ execute_script എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോടാ? ഇത് ജാവാസ്ക്രിപ്റ്റിന് മാത്രമേ പറ്റത്തുള്ളൂ അതോ ജാവാസ്ക്രിപ്റ്റ് ആണ് മെയിൻലി നമ്മൾ ചെയ്യാറുള്ളത്. ജാവ പോലത്തെ ലാംഗ്വേജസിനോട് നമ്മൾ നോർമലി ചെയ്യാറില്ല. ജാവാസ്ക്രിപ്റ്റിനോടാണ് കോമ്പാറ്റിബിലിറ്റി ഉള്ളത്. വെബ് അപ്ലിക്കേഷൻസ് എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലേക്കാണ് റിലേ ചെയ്യാറുള്ളത്. ക്ലിയർ ആണോടാ? ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? execute_script എന്ന ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? പിന്നെ ഒരു കാര്യം ചെയ്തോളൂ, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ, executor.py. വേറൊരാളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കാണാനായിട്ട് വേറൊരാളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണേ. അനഘ അത് നോക്കിയിട്ട് പറയണേടാ, എന്ന് എനിക്ക് മെസ്സേജ് ചെയ്യണേ. ഞാൻ മെസ്സേജ് അയക്കും. ഓക്കെ, അവിടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ, എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ബേസിക് സെലീനിയത്തിന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, കോഡ് ഞാൻ തരാം, എന്നിട്ട് കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ 2 ലൈൻസ്, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ആദ്യത്തെ 2 ലൈൻസ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ലേ അല്ലെ? ഫൈൻഡ് എലമെന്റ് വരെയുള്ള നിങ്ങൾ കാണുന്ന കാര്യമാണ് അല്ലെ?
ഓക്കെ, ഫസ്റ്റ് 2 ലൈൻസ് ഡൗട്ട് ഇല്ലല്ലോ, നമ്മുടെ നോർമൽ ലൊക്കേറ്റർ ആണ്. അത് കഴിഞ്ഞ് തേർഡ് സ്റ്റെപ്പ് നോക്കുക, അതായത് സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് എക്സിക്യൂട്ട് അണ്ടർസ്കോർ സ്ക്രിപ്റ്റ്. നമ്മൾ തുടക്കത്തിൽ സെലീനി എടുത്തു തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് മൾട്ടിപ്പിൾ ലാംഗ്വേജസിനുള്ള സപ്പോർട്ട് സെലീനിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന്, അല്ലേ? അപ്പോൾ മൾട്ടിപ്പിൾ ലാംഗ്വേജിനുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ജാവാസ്ക്രിപ്റ്റും അതിലൊരു ലാംഗ്വേജ് ആണ്. സോ ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങളൊരു ബട്ടൺ ക്ലിക്ക് ഇങ്ങനെയായിരിക്കും എഴുതുന്നത്, അതായത് ആർഗ്യുമെന്റ്സ് ഓഫ് 0.click, ലൊക്കേറ്ററിന്റെ വേരിയബിൾ നെയിം. അപ്പോൾ ആ ഫോർമാറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് എക്സിക്യൂട്ട് അണ്ടർസ്കോർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ അകത്തിട്ട് കൊടുത്തു. ഡൗട്ട് ഉണ്ടോ ഞാൻ ഈ പറഞ്ഞ ലൈനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? പറയോ? ഓക്കെ, സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് എക്സിക്യൂട്ട് അണ്ടർസ്കോർ സ്ക്രിപ്റ്റ് എന്ന് കണ്ടാൽ നമുക്ക് കൺഫേം ചെയ്യാം ദാറ്റ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡിനെയാണ്. അതായത് ജാവാസ്ക്രിപ്റ്റ് കോഡിനെ പൈത്തണിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ പൈത്തൺ സെലീനിയത്തിൽ നമ്മൾക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എക്സിക്യൂട്ട് അണ്ടർസ്കോർ സ്ക്രിപ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ബാക്കി നമ്മൾക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റിൽ JS സെലീനിയത്തിന്റെ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് ബാക്കി കോഡ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നോർമലി നമ്മളുടെ പൈത്തൺ സെലീനിയത്തിൽ നമ്മൾ എങ്ങനെയാ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ എഴുതുക, ലൊക്കേറ്റർ ഡോട്ട് ക്ലിക്ക് അല്ലേ? അല്ലേ? അതേസമയം ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ ആർഗ്യുമെന്റ്സ് ഓഫ് 0.click, അത് കഴിഞ്ഞിട്ട് വാല്യൂ പാസ് ചെയ്യണം. ഇതാണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ ഡൗട്ട് ഉണ്ടോ? ഇവിടെ സ്ക്രോൾ ബൈ അതുപോലെ സ്ക്രോൾ ടു രണ്ട് കാര്യങ്ങൾ കാണാം അല്ലേ? സ്ക്രോൾ ബൈ എന്ന് വെച്ചാൽ സ്ക്രോൾ ബൈ യൂസ് ചെയ്യുന്നത് എനിക്ക് പ്രൊവൈഡഡ് പിക്സൽ വാല്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ഗ്രാഫ് പഠിച്ച് ഓർക്കുന്നുണ്ടോടാ? നമ്മൾ 10th പഠിക്കുമ്പോൾ ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 10th പഠിക്കുമ്പോൾ ഗ്രാഫ് പഠിച്ച് ഓർക്കുന്നുണ്ടോടാ? അതിൽ നമുക്ക് കുറെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഉണ്ടായിരുന്നു. അതായത് മെയിൻലി നമ്മൾ 0, 5, 10 എഴുതുന്നതല്ലാതെ ചെറിയ ചെറിയ ലൈൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഓർക്കുന്നുണ്ടോ? അതേ കൺസെപ്റ്റ് തന്നെ നമ്മളിവിടെ ആലോചിച്ചാൽ മതി. ഒരു നമ്മളുടെ UI അങ്ങനെ കുറെ അത് ഗ്രാഫിന്റെ റെപ്രസെന്റേഷൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. അതിൽ കുറെ ചെറിയ ചെറിയ ലൈൻസ് ഉണ്ട്. ആ ചെറിയ ലൈൻസിനെയാണ് നമ്മൾ പിക്സൽസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പിക്സൽ വാല്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിതില് സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ ഓഫ് പിക്സൽസ് വെച്ചിട്ട് എനിക്കിതിനെ സ്ക്രോൾ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതായത് എനിക്ക് അവിടെ റിലേറ്റീവ് സ്ക്രോളിംഗ് അല്ല ചെയ്യേണ്ടത്, അവിടെ ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, റിലേറ്റീവ് സ്ക്രോളിംഗ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? ഞാനിപ്പോ എന്റെ കേഴ്സർ കറന്റ്ലി എവിടെ നിൽക്കുന്നുവോ അവിടെ നിന്നും കുറച്ചുകൂടെ താഴോട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പിക്സൽസ് എത്രയാണോ പറയുന്നത് അവിടെ നിന്ന് താഴേക്ക് പോരുക. അതാണ് നമ്മൾ സ്ക്രോൾ ബൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ലെറ്റ്സ് സേ നിങ്ങൾ ഓൾറെഡി 200 പിക്സൽസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിക്സൽ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. അപ്പൊ 0,200 എന്ന് കൊടുക്കുവാണ് ഫസ്റ്റ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേ സ്ക്രോൾ ബൈ യൂസ് ചെയ്ത് തന്നെ അഗെയിൻ വേറൊരു വാല്യൂ ഞാൻ പാസ് ചെയ്യുകയാണെങ്കിൽ എന്റെ കേഴ്സർ ഇനി 0 എന്ന് കൺസിഡർ ചെയ്യുന്നത് ഏതിനെയായിരിക്കും? ഇപ്പൊ കറന്റ്ലി എന്റെ കേഴ്സർ എവിടെ നിൽക്കുന്നുവോ അവിടെ വെച്ചിട്ടുള്ള പിക്സൽ വാല്യൂവിനെ ആയിരിക്കും 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? വിൻഡോ ഡോട്ട് സ്ക്രോൾ ബൈ 0,200 അല്ലേ? ഇപ്പൊ എന്ത് ചെയ്തു? 200 പിക്സൽസ് ഓൾറെഡി താഴേക്ക് വന്നു. ഇനി സ്ക്രോൾ ബൈ 0,-350. അപ്പൊ എന്ത് ചെയ്യും? ഒരു 350 പിക്സൽസ് മുകളിലേക്ക് പോയി. എവിടെ നിന്ന്? ഇപ്പൊ കറന്റ്ലി 0 എന്ന് പറയുന്ന പൊസിഷൻ 200 പിക്സൽസിന്റെ അവിടെയാണ് നിൽക്കുന്നത്. 200 പിക്സൽസിൽ നേരെ മുകളിലേക്ക് ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് കയറിപ്പോയി. മനസ്സിലായോടാ? കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. സ്ക്രോൾ ബൈ ക്ലിയർ ആയോ എന്ന് എടുത്ത് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ബിക്കോസ് ഇന്റർവ്യൂസിൽ ക്ലിയർ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സ്ക്രോൾ ബൈ ആൻഡ് വാട്ട് ഈസ് സ്ക്രോൾ ടു. ഏതെങ്കിലും പോർഷൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയുക കേട്ടോ. ഒരു ചെറിയ ഡൗട്ട്, ഇതിൽ ഈ 200 350 ഒക്കെ എങ്ങനെ എടുത്തത്? അത് നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക, അതായത് മാക്സിമം ഒരു വെബ് അപ്ലിക്കേഷന്റെ ഹൈറ്റ് അല്ലെങ്കിൽ മാക്സിമം പിക്സൽ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ 500 600 ഒക്കെ ആയിരിക്കും. ഓൾമോസ്റ്റ് മിഡിലേക്കാണെങ്കിൽ നമ്മൾ ഒരു 200 എല്ലാം കൊടുത്ത് സ്ക്രോൾ ചെയ്ത് നോക്കും. ആൻഡ് അത് പ്രോപ്പർലി ഏകദേശം നമുക്ക് നമ്മുടെ അപ്ലിക്കേഷന്റെ ഓൾമോസ്റ്റ് മിഡ് പൊസിഷനിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾക്കത് സ്ക്രോൾ ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ പറ്റുമല്ലോ. അതിന്റെ അക്കോർഡിംഗ് ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്ക്രോൾ ബൈ പിക്സൽ വാല്യൂസ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് അത് കണ്ടുപിടിക്കാൻ വേറെ വഴിയൊന്നുമില്ല, നമ്മൾ ഇങ്ങനെയാണ് നോർമലി ചെയ്യുക. ഈ സെമികോളൻ ഇവിടെ വേണം നിർബന്ധമാണോ? അതെ അതെ അതെ, അത് മാൻഡേറ്ററി ആണ്. അതെന്റെ ഫോർമാറ്റ് ആടാ, അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. ഈ ഇത് ടോപ്പിലെത്തും, ഇത് മിഡ് എത്തുമോ? അല്ല, മുകളിൽ ലൈൻ നമ്പർ 18 and 19 നോക്കടാ, 18 and 20 നോക്കടാ. അത് മനസ്സിലായി. അതാണ് പറഞ്ഞത്, ആ സ്ക്രോൾ ബൈയെ പറഞ്ഞിട്ടുള്ളൂ, സ്ക്രോൾ ടൂലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ ഇനി. അതായത് ആദ്യം 200 ഓൾമോസ്റ്റ് മിഡ് പൊസിഷനിലേക്ക് എത്തി. 0,-350 എന്ന് പറയുമ്പോൾ അഗെയിൻ അപ്വേർഡ് തന്നെ പോയി. ഇനി നിങ്ങൾ ഇതേ 0,200 0,-350 എന്ന് സ്ക്രോൾ 2-ൽ കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പോ ലെറ്റ്സ് സേ 0,200 ഓൾറെഡി താഴേക്ക് വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ അഗെയിൻ സ്ക്രോൾ ടു 0,-350 എന്ന് കൊടുത്താൽ മൂവ് ചെയ്യത്തില്ല. അതായത് അവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് ആണ്. സ്ക്രോൾ ബൈ യൂസ് ചെയ്യുന്നത് റിലേറ്റീവ് സ്ക്രോളിങ്ങും സ്ക്രോൾ ടു യൂസ് ചെയ്യുന്നത് ആബ്സല്യൂട്ട് സ്ക്രോളിങ്ങും ആണ്. ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് എന്ന് വെച്ചാൽ വൺസ് ഒരു പിക്സൽ വാല്യൂയിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ
ലേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നിങ്ങൾ അടുത്ത സ്ക്രോൾ ടൂവിൽ കൊടുക്കുന്നതെങ്കിൽ മാത്രം സ്ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ സ്ക്രോളിംഗ് നടക്കത്തില്ല. മനസ്സിലായടാ? മനസ്സിലായില്ല, ഒന്നുകൂടെ പറയൂ. സ്ക്രോൾ ബൈന്റെ ഫങ്ഷണാലിറ്റി മനസ്സിലായോ? ഇത് 0,200 ശേഷം നമ്മുടെ സ്റ്റാർട്ടിംഗ് പിക്സൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തിനെയായിരിക്കും? നമ്മളുടെ ഇപ്പൊ എവിടം വരെ സ്ക്രോൾ ചെയ്തിരിക്കുന്നു അതിനെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അത് ക്ലിയർ അല്ലേ? സ്ക്രോൾ ബൈന്റെ കാര്യം. ഇനി കമ്മിങ് ടു സ്ക്രോൾ ടു. സ്ക്രോൾ ടു 0,200 കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ അത് കഴിഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, 0,150 എന്ന് ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചോളൂ. എക്സാമ്പിൾ ആണേ. 0,150 എന്ന് കൊടുത്താൽ സ്ക്രോൾ 2 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ നീങ്ങത്തില്ല. മനസ്സിലായോടാ? ബാക്ക്വേർഡ്സ് പോവില്ല, അല്ല അതുപോലെ താഴേക്കും വരില്ല. ബിക്കോസ് ഓൾറെഡി 200 പിക്സൽസ് മൂവ് ചെയ്ത് കഴിഞ്ഞു. ലെസ് ദാൻ 200 പിക്സൽസ് എന്ത് വാല്യൂ കൊടുത്താലും പിന്നെ സ്ക്രോളിംഗ് നടക്കില്ല. ഇനി അങ്ങനെ സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മോർ ദാൻ 200 ഉള്ളൊരു വാല്യൂ, ഇപ്പൊ 250 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി 200 പിക്സൽസ് വന്നു കഴിഞ്ഞു. ഇപ്പൊ എന്ത് ചെയ്യും? ഒരു 50 പിക്സൽസ് കൂടെ അഡീഷണലി അങ്ങ് മൂവ് ചെയ്യും. മനസ്സിലായടാ? ഒന്നുകൂടെ പറയാം. ഒരു ഡൗട്ട്. ഈ സ്ക്രോൾ ബൈ എന്ന് പറയുന്ന ഗ്രാഫ് കണക്കെന്ന് പറഞ്ഞു. രണ്ടും ഗ്രാഫ് കണക്ക് തന്നെ. സ്ക്രോൾ ബൈയും സ്ക്രോൾ ടുവും ഗ്രാഫ് പോലെ തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ. മോർ ദാൻ 200 ലെസ് ദാൻ 200 പറ്റാത്തത് സ്ക്രോൾ 2 ആഡ് ചെയ്യുമ്പോഴല്ലേ? ഈ സ്ക്രോൾ ബൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾ ആദ്യം 0,200 കൊടുത്തിട്ട് അടുത്ത തവണ അഗെയിൻ 0,150 കൊടുത്താൽ ടോട്ടൽ ഓഫ് 350 പിക്സൽസ് അതിങ്ങ് നീങ്ങും. അപ്പൊ എന്തിനാണ് സ്ക്രോൾ 2 ഉപയോഗിക്കുന്നത്? എല്ലാം സ്ക്രോൾ ബൈയിൽ പോസിബിൾ ആണെങ്കിൽ. അതായത് ചില സിനാരിയോസിൽ ഇത് ആക്ച്വലി സ്പീക്കിംഗ് എന്താ പറയാ, ആബ്സല്യൂട്ട് സ്ക്രോളിംഗ് എന്നൊക്കെ വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് എൻറ്റയർ ആയിട്ട് നമ്മളുടെ UI ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടി വെബ് അപ്ലിക്കേഷൻസിന് പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? പലപ്പോഴും എന്താ പറയാ, നമുക്ക് പല ടൈമിലായിട്ട് സ്ക്രോളിംഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലെറ്റ്സ് സേ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരം എനിക്ക് ആകെ ചെക്ക് ചെയ്യേണ്ടത് ഇഫ് ദ സ്ക്രോളിംഗ് ഈസ് വർക്കിംഗ് ഫൈൻ എന്നുള്ളത് മാത്രമാണ്. ഇഫ് മൾട്ടിപ്പിൾ സ്ക്രോളിംഗ്സ് ആർ വർക്കിംഗ് ഫൈൻ ഓർ നോട്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവിടെ അതായത് എനിക്ക് ഇത്ര പിക്സൽസ് മൂവ് ചെയ്താൽ ഇത്ര കറക്റ്റായി നീങ്ങുന്നുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെരി ബേസിക് ആയിട്ട് സ്ക്രോളിംഗ് ഫ്രം വൺ എൻഡ് ടു അനദർ എൻഡ് ഈസ് വർക്കിംഗ് ഓർ നോ, അത് മാത്രം ചെക്ക് ചെയ്താൽ മതിയെങ്കിൽ ആബ്സല്യൂട്ട് സ്ക്രോളിംഗ്. മനസ്സിലായോടാ? ഇതിന്റെ യൂസ് കേസ് വളരെ കുറവാണ്, പക്ഷെ ഇതിനെ കുറിച്ചിട്ട് ഇന്റർവ്യൂസിലും എല്ലായിടത്തും ചോദിക്കാറുള്ളത് കൊണ്ടാണ് നമ്മളത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ മോഡേൺ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇപ്പോഴത്തെ മോഡേൺ ആപ്ലിക്കേഷൻസ് ബൈ ഇറ്റ്സെൽഫ് ഇത് ഹാൻഡിൽ ചെയ്യും. കുറച്ച് പഴയ വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു 10 വർഷം വരെ 10-12 വർഷമൊക്കെ പഴക്കമുള്ള കുറച്ച് ലെഗസി ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവത്തില്ലേ, അങ്ങനെയുള്ള വെബ് ആപ്ലിക്കേഷൻസിലാണ് പൊതുവെ സ്ക്രോളിംഗ് തന്നെ യൂസ് ചെയ്യുക.
മനസ്സിലായോടാ? യൂസ് കേസ് ക്ലിയർ ആണോ? മനസ്സിലായോടാ ഞാൻ പറഞ്ഞത്? ഡൗട്ട്സ് ഉണ്ടോ? ഓക്കേടാ. ഈ കമാൻഡ് കൊടുത്തേക്കുന്നത് ഇപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് സ്ക്രോൾ ടു ദ എൻഡ് യൂസിങ് സ്ക്രോൾ ടു ആണല്ലോ. അതിനകത്ത് ടോപ്പിൽ പോകാൻ വേണ്ടി ഡോക്യുമെന്റ് ഡോട്ട് ബോഡി ഡോട്ട് സ്ക്രോൾ ഹൈറ്റ് കൊടുക്കും. ഈ സെയിം സാധനം ഇപ്പുറത്ത് 200 കൊടുക്കുന്നതിന് പകരം കൊടുക്കാൻ പറ്റുമോ? സ്ക്രോൾ ബൈ യൂസ് ചെയ്യണമെങ്കിൽ സ്ക്രോൾ ബൈ യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഓക്കെ. സോ നമ്മൾക്ക് ഒഫീഷ്യലി നമ്മളുടെ പൈത്തൺ സെലീനിയത്തിന്റെ ബേസിക്സ് കംപ്ലീറ്റ് ആയി. നമ്മളിനി നാളെ തൊട്ട് പ്രൊജക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ടെസ്റ്റിംഗ് ഫ്രെയിം വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഒരു ഡൗട്ടും കൂടെ ചോദിക്കുകയാണ്. ഇതില് ഈ സ്ക്രോൾ ചെയ്യുമ്പോ മൗസ് പോയിന്റർ അതിന്റെയൊക്കെ ലൊക്കേഷൻ എങ്ങനെ മനസ്സിലാക്കും? നമുക്കത് UI കാണാൻ പറ്റത്തില്ലടാ. അതായത് നമുക്ക് താഴെ നമ്മൾ നോർമലി നമ്മളുടെ ഈ ചാറ്റ് വിൻഡോയിലൊക്കെ സൈഡിൽ കാണുന്നില്ലേ സ്ക്രോളിങ് നമ്മൾ മാനുവലി സ്ക്രോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ വരികയാണ്. അല്ലാതെ അത് വേറെ മൗസ് പോയിന്റർ വെച്ച് കണ്ടുപിടിക്കുക, ലൊക്കേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. മനസ്സിലായോടാ? അപ്പൊ ഈ കൊടുക്കുന്ന മൗസ് പോയിന്ററിന്റെ ലൊക്കേഷൻ അല്ലേ? എന്താടാ? അല്ല, നമ്മൾ ഈ കൊടുക്കുന്ന വാല്യൂസ് അത് മൗസ് പോയിന്റർ അല്ല, പിക്സൽ വാല്യൂസ് തന്നെയാണ്. അത് എന്താ പറയാ, UI ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡെവലപ്പേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്സൽ വാല്യൂസ് ആണ്. മനസ്സിലായോടാ? ഓക്കെ.